ഹലോ എവരിവൺ, ഏവർക്കും സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് നെർവസ് സിസ്റ്റം എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ സൈക്കോളജിയിൽ എപ്പോഴും ബയോളജി വരുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ടി വരുന്നത് ബ്രെയിനും നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നെർവസ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നതാണ് ബ്രെയിൻ. സോ ഇനി 1-2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ നെർവസ് സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കും. അപ്പോൾ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള പ്രകാരമുള്ള നെർവസ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ബ്രെയിനിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്നിവ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയപ്പെടുന്ന ഓർഗൻസ് അല്ലെങ്കിൽ ആ ഒരു ന്യൂറോൺസ്, നെർവസ് സിസ്റ്റത്തിലെ ഭാഗങ്ങൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നും, ഇനി അതിന് ഏതെങ്കിലും ഷേപ്സ് ഉണ്ടെങ്കിൽ ആ ഷേപ്സ് എന്താണ് എന്നും, അതിൽ പ്രധാനപ്പെട്ടവയുടെ ഫങ്ഷൻസ് എന്താണ് എന്നുമാണ് നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ബയോളജിയിൽ പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുക. കാരണം സൈക്കോളജി ആകുമ്പോൾ മാനസിക പ്രവർത്തനങ്ങളും നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെക്കാൾ മാനസിക പ്രവർത്തനങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത്തരം നെർവസ് സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ ഇമോഷൻസിനെ, അതുപോലെ കോഗ്നിഷനെ, അതുപോലെ നമ്മുടെ ബിഹേവിയറിനെയൊക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അവ സ്വാധീനിക്കുന്നത് എന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. സോ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിലാണ് നമ്മൾ പോകുന്നത്. ഒരു ബയോളജി ക്ലാസ് പഠിക്കുന്നത് പോലെ ആയിരിക്കില്ല നമ്മൾ പഠിക്കുന്നത്. സോ നോട്ട്സ് അത്യാവശ്യം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് വായിച്ച് നോക്കിയാൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കിട്ടുന്നതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ദ നെർവസ് സിസ്റ്റം. അപ്പോൾ നെർവസ് സിസ്റ്റം പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട് അല്ലേ? CNS അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റവും ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റവും ഉണ്ട് അല്ലേ? അപ്പോൾ നെർവസ് സിസ്റ്റം പ്രധാനമായിട്ടും 2 തരത്തിലാണ്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം, മറ്റൊന്ന് പെരിഫറൽ നെർവസ് സിസ്റ്റം. നമ്മൾ ഷോർട്ട് ഫോം ആക്കി CNS, PNS എന്ന് പറയാറുണ്ട്. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണം അല്ലേ? അപ്പോൾ CNSൽ വരുന്നത് നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡുമാണ്. ബ്രെയിനും നമ്മുടെ സ്പൈനൽ കോഡും അടങ്ങുന്നതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ മസ്തിഷ്കത്തെക്കുറിച്ചാണ്, അഥവാ നമ്മുടെ ബ്രെയിനിനെ കുറിച്ചാണ്. പിന്നീട് നമ്മുടെ സ്പൈനൽ കോഡ്, അവിടെ ബന്ധിപ്പിക്കുന്ന ചില നെർവ്സ് തുടങ്ങിയ കാര്യങ്ങൾ. ഓക്കെ അല്ലേ? സോ അവിടെ നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാം, കണ്ടോ, സ്പൈനൽ കോഡ് എങ്ങനെ നമ്മുടെ മൂവ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത്. അതിലേക്കൊക്കെ നമ്മൾ വരും. ഇവിടെ ഒരാൾ ക്യാൻറ്റീലിൻ്റെ മുകളിൽ കൈവെക്കുകയാണ്. അപ്പോൾ തീയിൽ കൈവെക്കുകയാണ്. അപ്പോൾ തീയിൽ കൈ വെക്കുന്ന സമയത്ത് ഒരു സ്റ്റിമുലസ് അങ്ങോട്ട് പോകുന്നുണ്ട്, ഇയാളിങ്ങനെ കൈ വെക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് ആ കൈ വലിക്കും. ചൂട് തട്ടുന്ന സമയത്ത് ക്വിക്കായിട്ട്, ആരും നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, റിഫ്ലക്സ് ആക്ഷനാണ്. അപ്പോൾ ഇതൊക്കെ സ്പൈനൽ കോഡിൻ്റെ സ്വാധീനം കൊണ്ട് അല്ലെങ്കിൽ സ്പൈനൽ കോഡിൻ്റെ പ്രവർത്തനം കൊണ്ട് നടക്കുന്ന സാധനമാണ്. നമ്മൾ അതിലേക്കൊക്കെ വരും. ഓക്കെ അല്ലേ? അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ കേന്ദ്രമായിട്ടുള്ള ബ്രെയിനും സ്പൈനൽ കോഡും ഉൾക്കൊള്ളുന്നതാണ്. ഇനി PNS അഥവാ പെരിഫറൽ നെർവസ് സിസ്റ്റം ആകുന്ന സമയത്ത് അവിടെ വരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ദ PNS കൺസിസ്റ്റ് മെയിൻലി ഓഫ് നെർവ്സ്. അവിടെ പ്രധാനമായിട്ടും നാഡികൾ, നമ്മുടെ ഞരമ്പുകളാണ് വരുന്നത്. വിച്ച് ക്യാൻ കണക്ട് ദ CNS ടു എവറി അതർ പാർട്ട് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ? നമ്മളിപ്പോൾ വീട്ടിൽ വയറിങ് നടത്തുന്ന സമയത്ത് എല്ലാ സ്വിച്ചിൽ നിന്നും നമ്മുടെ മെയിൻ ബോർഡിലേക്കും ഓരോ ഉപകരണങ്ങളിലേക്കും കണക്ഷൻ പോകുന്നത് വയേഴ്സിലൂടെയാണ് അല്ലേ? ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഫാൻ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഫാനിൽ നിന്നും നമ്മുടെ സ്വിച്ചിലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട്, സ്വിച്ചിൽ നിന്നും മെയിൻ ബോർഡിലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ വയേഴ്സ് വെച്ചാണ്. ഇതേപോലെയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്റ്റഡാണ്. നേരിട്ടോ അല്ലാതെയോ ബ്രെയിനുമായിട്ട് കണക്റ്റഡാണ്. ഈ കണക്ഷൻസ് വരുന്നത് നെർവേഴ്സിലൂടെയാണ് അല്ലേ? നെർവ്സിലൂടെയാണ്. സോ PNSൽ വരുന്നത് ഈ നെർവ്സാണ്. നെർവ്സ് വിച്ച് ക്യാൻ കണക്ട് ദ CNSും അതേപോലെ CNSൽ നിന്നും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അല്ലേ? നമ്മുടെ വീട്ടിലെ എല്ലാ സ്വിച്ചിൽ നിന്നും മെയിൻ സ്വിച്ചിലേക്ക് ഒരു കണക്ഷൻ പോകുന്നത് പോലെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും CNSലേക്കൊരു കണക്ഷൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണക്ഷൻ എടുക്കുന്ന അല്ലെങ്കിൽ ആ കണക്ഷന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന നെർവ്സ് അടങ്ങിയിട്ടുള്ളതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം.
ഓക്കെ അല്ലേ? അപ്പോൾ CNS, PNS കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. അപ്പോൾ CNS എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മെയിൻ സ്വിച്ച് ആണ്, അല്ലെങ്കിൽ ആ ഒരു മെയിൻ ബോർഡാണ്. PNS എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ബോർഡിലേക്കുള്ള കണക്ഷനെ സഹായിക്കുന്ന വയേഴ്സാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? സോ ആദ്യമായിട്ട് നമുക്ക് CNSനെ കുറിച്ച് പഠിക്കാം. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ ശരീരത്തിലുടനീളം എല്ലാ പ്രവർത്തനങ്ങളെയും കേന്ദ്രീകരിച്ച് നടക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളെയും അത് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. ഒരു കുട്ടിയിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം എപ്പോഴാണ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ 18ാം ദിവസത്തിലാണ്. ഒരു കുട്ടി ജനിച്ച് 18 ദിവസമാകുന്ന സമയത്താണ് സെൻട്രൽ നെർവസ് സിസ്റ്റം വികസിച്ച് തുടങ്ങുന്നത്. ദെൻ ആ വികസിക്കുന്ന സമയത്ത് ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് ഇതിനുണ്ടാകുന്നത്. നമ്മൾക്ക് ഇപ്പോൾ ഉള്ളതുപോലെ ആ ഒരു സ്ട്രക്ചർ ആയിരിക്കില്ല, ചെറിയൊരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ്. അതിനെ നമ്മൾ പറയും ന്യൂറൽ ട്യൂബ്, കേട്ടോ, ന്യൂറൽ ട്യൂബ്. ഈ ഒരു ന്യൂറൽ ട്യൂബ് പിന്നീട് ഡെവലപ്പ് ചെയ്യും, ബ്രെയിനായിട്ടും സ്പൈനൽ കോഡായിട്ടും ഡെവലപ്പ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു കുട്ടി ജനിച്ച് 18ാം ദിവസത്തിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെയൊക്കെ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യും, ഡെവലപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു ന്യൂറൽ ട്യൂബായിരുന്നു. പിന്നീട് ഈ ഒരു ന്യൂറൽ ട്യൂബാണ് ബ്രെയിനും സ്പൈനൽ കോഡും ആയിട്ട് മാറുന്നത്. സോ ദ ഡെവലപ്മെന്റ് ഓഫ് CN ബിഗിൻസ് ഓൾമോസ്റ്റ് ബൈ ദ 18th day ഓഫ് ദ കോൺസെപ്ഷൻ വെൻ എ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ സ്റ്റാർട്ട്സ് ഡെവലപ്പിംഗ് വിച്ച് ഇസ് നോൺ ആസ് ദ ന്യൂറൽ ട്യൂബ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, 18ാം ദിവസം ന്യൂറൽ ട്യൂബായിട്ട് ഇതിൻ്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഒരു ന്യൂറൽ ട്യൂബ് ദെൻ ഡെവലപ്സ് ഇൻ ടു ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ്. ദെൻ പിന്നീട് 28 ദിവസമാകുന്ന സമയത്ത് ഈ ന്യൂറൽ ട്യൂബ് എന്താകും? ക്ലോസ് ആകും, കേട്ടോ. 28 ദിവസം ആകുമ്പോൾ ന്യൂറൽ ട്യൂബ് ഈസ് ക്ലോസ്ഡ് ആൻഡ് ഇറ്റ് റോസ്ട്രൽ എൻഡ് ഹാസ് ഡെവലപ്ഡ് 3 ഇന്റർകണക്റ്റഡ് ചേംബേഴ്സ്. എന്നിട്ട് ഈ ന്യൂറൽ ട്യൂബിൻ്റെ ഏറ്റവും അറ്റത്തെ വശങ്ങളുണ്ടല്ലോ, റോസ്ട്രൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ അറ്റത്തെ ആ വശങ്ങൾ, അതിൻ്റെ ടിപ്പിലുള്ള ആ വശങ്ങൾ, അത് 3 ഇന്റർ കണക്റ്റഡ് ചേംബേഴ്സ് ആയിട്ട് മാറും. ദീസ് ചേംബേഴ്സ് ബിക്കം വെൻട്രിക്കിൾസ്. ഈ ചേംബേഴ്സ് ആണ് പിന്നീട് വെൻട്രിക്കിൾസ് ആയി മാറുന്നത്. ആൻഡ് ദ ടിഷ്യൂ ദാറ്റ് സറൗണ്ട്സ് ദം ബിക്കം ദ 3 മേജർ പാർട്സ് ഓഫ് ദ ബ്രെയിൻ: ദ ഫോർ ബ്രെയിൻ, ദ മിഡ് ബ്രെയിൻ, ദ ഹിൻഡ് ബ്രെയിൻ. അതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട സംഗതി. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ജനിച്ച് ഒരു 28 ദിവസം കഴിയുമ്പോൾ ന്യൂറൽ ട്യൂബിൻ്റെ ടിപ്പ് അതൊരു ചേംബർ, ഇന്റർ കണക്റ്റഡ്, പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ളൊരു ചേംബർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അറ പോലെ ആയി മാറും. ഈ അറയാണ് പിന്നീട് വെൻട്രിക്കിളായിട്ട് മാറുന്നത്. ഈ വെൻട്രിക്കിലെ ചുറ്റുമുള്ള ടിഷ്യൂസ് നമ്മുടെ ബ്രെയിനിലെ 3 ഭാഗങ്ങൾ അല്ലേ, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹിൻഡ് ബ്രെയിൻ, ഇങ്ങനെ 3ആയിട്ട് തരംതിരിയാറുണ്ട്. അങ്ങനെ ഈ ഒരു ഡെവലപ്മെൻറ്റ് പിന്നീടും പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോർ ബ്രെയിൻ തന്നെ ഡിവൈഡഡ് ഇൻ ടു 3 സെപ്പറേറ്റ് പാർട്സ്. അത് വീണ്ടും 3 വ്യത്യസ്ത ഭാഗങ്ങളായിട്ട് മാറും. വിച്ച് ബിക്കെയിം ദ 2 ലാറ്ററൽ വെൻട്രിക്കിൾസ് ആൻഡ് 3rd വെൻട്രിക്കിൾ. അപ്പോൾ അതിൽ 2 എണ്ണം ലാറ്ററൽ വെൻട്രിക്കിൾ എന്നും ഒരെണ്ണം വെൻട്രിക്കിൾ എന്നും അറിയപ്പെടും. അപ്പോൾ നമുക്ക് ആദ്യം ബ്രെയിന്, ഫോർ ബ്രെയിന്, മിഡ് ബ്രെയിൻ, ഹിൻഡ് ബ്രെയിൻ, ഇങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ആകുന്നുണ്ട്. ഇതിലെ ഫോർ ബ്രെയിൻ തന്നെ 3 സെപ്പറേറ്റ് പാർട്സ് ഉണ്ട്. ഫോർ ബ്രെയിനിന് തന്നെ 3 സെപ്പറേറ്റ് പാർട്സ് ഉണ്ട്. അതിൽ ഒരു പാർട്ട് ലാറ്ററൽ വെൻട്രിക്കിൾസ് എന്നാണ് അതിൻ്റെ പേര്. ദെൻ മൂന്നാമത്തത് വെൻട്രിക്കിൾ. അപ്പോൾ 2 ലാറ്ററൽ വെൻട്രിക്കിൾസും 1 വെൻട്രിക്കിളും ഉണ്ടാകും. ഓക്കെ അല്ലേ? ജസ്റ്റ് ആ ഒരു പേര് പഠിച്ചു വെക്കുക. സോ ദ റീജിയൻ അറൗണ്ട് ദ ലാറ്ററൽ ventricles becomes the ടെലിൻസെഫാലോൺ, കേട്ടോ, ടെലൻസെഫാലോൺ അഥവാ എൻഡ് ബ്രെയിൻ. അപ്പോൾ നമ്മുടെ ഫോർ ബ്രെയിനിൽ 2 ലാറ്ററൽ വെൻട്രിക്കിൾസും 1 വെൻട്രിക്കിളും ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ലാറ്ററൽ വെൻട്രിക്കിളിൻ്റെ ചുറ്റുമുള്ള ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് എൻഡ് ബ്രെയിൻ അല്ലെങ്കിൽ ടെലൻസെഫാലോൺ എന്നുള്ളത്. ആൻഡ് ദ റീജിയൻ അറൗണ്ട് ദ 3rd ventricle becomes the diencephalon അഥവാ ഇന്റർ ബ്രെയിൻ. അപ്പോൾ 2 ലാറ്ററൽ വെൻട്രിക്കിൾസും അതിനിടയിൽ 1 വെൻട്രിക്കിളും. അപ്പോൾ വശങ്ങളിലുള്ള ആ
ആ ഒരു ലാറ്ററൽ വെൻട്രിക്കിൾസിനെ, രണ്ട് വെൻട്രിക്കിൾസിനെ നമ്മൾ എൻഡ് ബ്രെയിൻ എന്ന് പറയും. അതിന് ഇടയിൽ വരുന്നത് ആ ഒരു ഭാഗത്തെ നമ്മൾ ഇന്റർ ബ്രെയിൻ എന്ന് പറയും. അതിൻ്റെ മറ്റൊരു പേരാണ് ടെലൻസെഫാലോണും ഡയൻസെഫാലോണും. കൃത്യമായിട്ടും ഓർത്തിരിക്കുക, ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ, ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ഇൻ ഇറ്റ്സ് ഫൈനൽ ഫോം ദ ചേമ്പേഴ്സ് ഇൻസൈഡ് ദ മിഡ് ബ്രെയിൻ. ഇനി അതിൻ്റെ അവസാന രൂപത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മിഡ് ബ്രെയിൻ ബിക്കംസ് നാരോ, ഫോമിങ് ദ സെറിബ്രൽ അക്വഡക്റ്റ്. നമ്മുടെ മിഡ് ബ്രെയിൻ എന്തായിട്ട് മാറുന്നു? അതൊരു സെറിബ്രൽ അക്വഡക്റ്റ്. അതുപോലെ ടു സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ഇൻ ദ ഹിൻഡ് ബ്രെയിൻ. നമ്മുടെ ഹിൻഡ് ബ്രെയിനിൽ, അഥവാ പുറകുവശത്തിരിക്കുന്ന ഹിൻഡ് ബ്രെയിനിൽ ആഫ്റ്റർ ബ്രെയിൻ, മാരോ ബ്രെയിൻ എന്ന രണ്ട് ഭാഗങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ ഫോർ ബ്രെയിന്, മിഡ് ബ്രെയിന്, ഹിൻഡ് ബ്രെയിൻ, അവിടെ ഏതൊക്കെ ഭാഗങ്ങൾ വരും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മിഡ് ബ്രെയിനിൽ വരുന്ന ഭാഗമാണ് മെസെൻസെഫാലോൺ. അപ്പോൾ ഈ സെഫാലോൺ എന്ന് കണ്ടാൽ, അവസാനം സെഫാലോൺ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് തലച്ചോറിലെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. അതിന് തൊട്ട് മുന്നേ ഉള്ള ആ പേരുകൾ വെച്ചാണ് നിങ്ങൾ അത് ഏത് ഭാഗമാണ് എന്ന് പിടിക്കേണ്ടത് കേട്ടോ. ടെലൻ എന്ന് പറയുമ്പോൾ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ടെലൻ, ലാറ്ററൽ വെൻട്രിക്കിൾ. ദെൻ ഡയൺ എന്ന് പറയുന്നത് ഇന്റർ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി മെസൻ എന്ന് പറയുമ്പോൾ മിഡ് ബ്രെയിൻ അല്ലെ, മെസൻ മിഡ്, എം രണ്ടിലുണ്ട്, മെസൻ സെഫാലോൺ. ദെൻ സെഫാലോ എന്ന് പറയുമ്പോൾ ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾക്കാണ് നമ്മൾ സെഫാലോ എന്ന് പറയാറുള്ളത് കേട്ടോ. ഇനി ടു സ്ട്രക്ചേഴ്സ് ഡെവലപ്ഡ് ഇൻ ദ ഹിൻഡ് ബ്രെയിൻ. ഹിൻഡ് ബ്രെയിനിലേക്ക് വരുന്ന സമയത്ത് അവിടെ രണ്ട് സ്ട്രക്ചറാണുള്ളത്. ദ മെറ്റൻസെഫാലോൺ, ഇവിടെ എം ആണ്, അപ്പോൾ എം മാത്രം ഓർത്ത് ഇരുന്നിട്ട് കാര്യമില്ല അല്ലേ. സോ മെസൻസെഫാലോൺ മിഡ് ബ്രെയിൻ. ഹിൻഡ് ബ്രെയിനിൽ വരുന്നത് മെറ്റൻസെഫാലോണും മൈലൻ സെഫാലോൺ. മെറ്റൻ സെഫാലോൺ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ബ്രെയിൻ ആണ്. ദെൻ മൈലൻ സെഫാലോൺ എന്ന് പറഞ്ഞാൽ മാരോ ബ്രെയിൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. സോ അത് ഞാനിവിടെ ഒരു ചാർട്ടായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ടേബിളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഞാനത് റിപ്പീറ്റ് ചെയ്യാം. മേജർ ഡിവിഷൻ 3 ഒന്ന് ഫോർ ബ്രെയിൻ, 2 മിഡ് ബ്രെയിൻ, 3 ഹിൻഡ് ബ്രെയിൻ. ഇതിൽ ഫോർ ബ്രെയിന് 2 ലാറ്ററൽ വെൻട്രിക്കിൾസ് ആയിട്ടും ഒരു വെൻട്രിക്കിളായിട്ടും തിരിയുന്നുണ്ട് അല്ലേ. ഇതിലെ ലാറ്ററൽ നമുക്ക് ടെലൻസെഫാലോൺ എന്നും തേർഡ് വെൻട്രിക്കിളിനെ നമ്മൾ ഡയൻസെഫാലോണും എന്നും പറയും. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു സബ് ഡിവിഷൻ്റെ സ്ട്രക്ചേഴ്സാണ് നമ്മൾ എടുത്ത് പഠിക്കാറ്. നമ്മൾ മിക്കവാറും ഈ പറയപ്പെട്ട 2 ടേബിളും പഠിക്കാറില്ല സാധാരണഗതിയിൽ. നമ്മൾ ഈ പറയപ്പെടുന്ന പ്രിൻസിപ്പൽ സ്ട്രക്ചറാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഈ ഒരു സബ് ഡിവിഷനും വെൻട്രിക്കിളും കൂടി വരുന്നുണ്ട് എന്ന് നോക്കുക. കാരണം വെൻട്രിക്കിളിൽ നിന്നാണ് ഈ പറയപ്പെട്ട ഭാഗങ്ങൾ ഫോം ചെയ്ത് വരുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഫോർ ബ്രെയിൻ ലാറ്ററൽ വെൻട്രിക്കിൾസും തേർഡ് വെൻട്രിക്കിളുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ലാറ്ററൽ വെൻട്രിക്കിളിനെ നമുക്ക് ടെലൻസെഫാലോൺ എന്ന് പറയാം, തേർഡിനെ ഡയൻസെഫാലോൺ എന്ന് പറയാം. ഈ ടെലൻസെഫാലോണിലാണ് സെറിബ്രൽ കോർട്ടെക്സ്. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള പേരുകളാണ്. ഈ ഒരു ടേബിൾ നമുക്ക് പരിചയമുള്ള പേരുകളാണ്. അപ്പോൾ ഇവിടെ 3 വരുന്നുണ്ട്, 3 സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. ഒന്ന് സെറിബ്രൽ കോർട്ടെക്സ്, മറ്റൊന്ന് ബേസൽ ഗാംഗ്ലിയ, ലിംബിക് സിസ്റ്റം. 3 നമുക്കറിയുന്നതാണ്. നമ്മൾ 3ൻ്റെയും ഫങ്ഷൻസ് പഠിക്കും. ദെൻ ഇതിൻ്റെ ഒന്നും ഫങ്ഷൻസ് പഠിക്കാത്തത് ഇതിൻ്റെ സ്ട്രക്ചേഴ്സിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. ഇനി ഡയൻസെഫാലോണിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ തലാമസും ഹൈപ്പോതലാമസും, ഹൈപ്പോതലാമസ്. ഇനി മിഡ് ബ്രെയിനിലാണ്. അപ്പോൾ ഫോർ ബ്രെയിനിലാണ് സെറിബ്രൽ കോർട്ടെക്സ്, ബേസൽ ഗാംഗ്ലിയ, ലിംബിക് സിസ്റ്റം, തലാമസ്, ഹൈപ്പോതലാമസ്. ഈ 5 ഭാഗങ്ങളും വരുന്നത് ഫോർ ബ്രെയിനിലാണ് എന്ന് പഠിക്കുക കേട്ടോ. സെറിബ്രൽ കോർട്ടെക്സ്, ബേസൽ ഗാംഗ്ലിയ, ലിംബിക് സിസ്റ്റം, തലാമസ്, ഹൈപ്പോതലാമസ്. ഏറ്റവും കൂടുതൽ പ്രിൻസിപ്പൽ സ്ട്രക്ചേഴ്സ് ഉള്ളത് നമ്മുടെ ഫോർ ബ്രെയിനിലാണ്. പിന്നീട് വരുന്നത് മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിനിൽ ആകെ 2 പ്രിൻസിപ്പൽ സ്ട്രക്ചറേ വരുന്നുള്ളൂ, ടെക്റ്റവും ടെഗ്മെന്റം. കേട്ടോ. ടെഗ്മെന്റം രണ്ടും TEയിലാണ്, ടെഗ്മെന്റം. ഇനി ഹിൻഡ് ബ്രെയിനിൽ വരുന്ന സാധനം ഒന്ന് നമുക്കറിയാം, ഏറ്റവും പുറകിലായിട്ട് വരുന്ന മെഡുല ഓംബ്ലാങ്കേറ്റ അല്ലേ. മെഡുല ഓംബ്ലാങ്കേറ്റ, സെറിബെല്ലം പോൺസ്. അപ്പോൾ സെറിബെല്ലം പോൺസ്, മെഡുല ഓംബ്ലാങ്കേറ്റ. ഓക്കെ അല്ലേ? അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. ഈ മിഡ് ബ്രെയിൻ എളുപ്പമാണ്, രണ്ടും ടെഗ്മെന്റം.
ദെൻ ഇവിടെ ആകെ മൂന്നെണ്ണേ ഉള്ളൂ. ഹിൻ ബ്രെയിനിലോ CPM എന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. CPM അല്ലേ, CPM എന്ന് ഓർത്തിരുന്നാൽ മതി. അവിടെ സി ശ്രദ്ധിക്കുക, സിയിൽ വരുന്ന സെറിബ്രൽ കോർട്ടക്സ് ഓൾറെഡി വരുന്നുണ്ട്, അത് ഫോർ ബ്രെയിനിലാണ്. ഇവിടെ വരുന്നത് സെറിബെല്ലം പോൺസ് മെഡുല ഒബ്ലാങ്കറ്റ. ഓക്കെ അല്ലേ? സോ നമുക്ക് ഓരോന്നിൻ്റെയും ഫങ്ഷൻസിലേക്ക് വരാം. സോ നമ്മുടെ ബ്രെയിനിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു ഭാഗം നമ്മുടെ ഫോർ ബ്രെയിൻ ആണ് കേട്ടോ. ഫോർ ബ്രെയിൻ നമ്മുടെ തലച്ചോറിലെ മുൻവശത്ത് വരുന്നത് തന്നെയാണ് ഫോർ ബ്രെയിൻ. ഫോർ എന്ന പദത്തിന് മീനിങ് തന്നെ മുന്നിൽ വരുന്നത് എന്നുള്ളതാണ്. സോ ഫോർ ബ്രെയിൻ ഈസ് കൺസിഡേർഡ് ടു ബി ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ദ ഏരിയ കവേർഡ്. അപ്പോൾ അത് എത്രത്തോളം ഏരിയയിൽ കവർ ചെയ്ത് നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോർ ബ്രെയിൻ ആണ് നമ്മുടെ തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം കേട്ടോ. ദ ലാർജസ്റ്റ് പാർട്ട് അഥവാ ഈ മൂന്ന് ഭാഗങ്ങളിൽ ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹിൻ ബ്രെയിൻ, ഇതിൽ ഏറ്റവും വലിയ ഭാഗം, ഈ മൂന്നിൽ ഏറ്റവും വലുത് ഫോർ ബ്രെയിൻ തന്നെയാണ്. So the two symmetrical hemispheres which we are so familiar with are known as cerebral hemisphere and are a part of the forebrain. അപ്പോൾ നമ്മുടെ തലച്ചോറിനെ നമ്മൾ രണ്ട് വശങ്ങളായിട്ട് സബ് ഡിവൈഡ് ചെയ്യാറുണ്ട് അല്ലേ. സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് എന്ന് പറഞ്ഞല്ലേ രണ്ട് ഭാഗങ്ങളായിട്ട് സബ് ഡിവൈഡ് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ ഫോർ ബ്രെയിനിലെ ഭാഗമാണ്. സോ the outer part of the cerebral hemisphere is known as the cerebral cortex. അപ്പോൾ തലച്ചോറിൽ നമ്മൾ തലച്ചോറിനെ നമ്മൾ രണ്ട് ഹെമിസ്ഫിയർ ആയിട്ട് തരംതിരിക്കാറുണ്ട്. ഈ ഹെമിസ്ഫിയറിനെ നമ്മൾ സെറിബ്രൽ ഹെമിസ്ഫിയർ എന്ന് പറയും. അതിലെ ഏറ്റവും ഔട്ടർ പാർട്ട്, ഏറ്റവും പുറമേയുള്ള ഭാഗത്തെയാണ് നമ്മൾ സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറയുന്നത്. ഇനി സബ് കോർട്ടിക്കൽ റീജിയൻസ് അഥവാ ദ റീജിയൻ ലൊക്കേറ്റഡ് വിത്ത് ഇൻ ദ ബ്രെയിൻ ബിനീത്ത് ദ കോർട്ടിക്കൽ സർഫേസ് ഇൻക്ലൂഡ് ദ ലിംബിക് സിസ്റ്റം ആൻഡ് ദ ബേസൽ ഗാംഗ്ലിയ. അപ്പോൾ നമ്മുടെ ഹെമിസ്ഫിയർ, നമ്മുടെ ഈ ഒരു തലച്ചോറിലെ മുൻവശത്ത് വരുന്ന ഭാഗം, അത് നമ്മൾ രണ്ട് ഹെമിസ്ഫിയർ ആയിട്ട്, രണ്ട് വശങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് ഹെമിസ്ഫിയറിൽ നമ്മൾ ഈ പുറമേ കാണുന്ന ഭാഗം അത് സെറിബ്രൽ കോർട്ടക്സ് ആണ്. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗത്താണ് സബ് കോർട്ടിക്കൽ റീജിയനിലാണ് എന്ത് വരുന്നത്, നമ്മൾ ഇനി പഠിക്കാൻ വരുന്ന ലിംബിക് സിസ്റ്റവും ബേസൽ ഗാംഗ്ലിയ. അപ്പോൾ അത് അകത്താണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? സോ നമുക്ക് നോക്കാം ആദ്യമായിട്ട് സെറിബ്രൽ കോർട്ടക്സ്. അപ്പോൾ ആ ഒരു പുറമേ ഉള്ള ഭാഗമാണ് സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൽ ബ്രെയിനിൻ്റെ ആദ്യത്തെ വശം, മുൻവശം കാണിക്കുമ്പോൾ അവിടെ റെഡ് കളറിൽ വരുന്നുണ്ട്. ആ റെഡ് കളറിൽ കാണുന്ന സാധനമാണ് നമ്മുടെ സെറിബ്രൽ കോർട്ടക്സ്. ആ പുറമേയുള്ള ഭാഗം സെറിബ്രൽ കോർട്ടക്സ് ആണ്. സോ ഇൻ ഹ്യൂമൻസ് ദ സെറിബ്രൽ കോർട്ടക്സ് ഈസ് ഗ്രേറ്റ്ലി കോൺവലേറ്റഡ്. ദീസ് കോൺവലേഷൻസ് കൺസിസ്റ്റിംഗ് ഓഫ് സൾക്കി ആൻഡ് ഫിഷേഴ്സ് ആൻഡ് ഗാഴി. സോ നമ്മുടെ തലച്ചോറിൽ എന്തുണ്ട്? ചില ചുളിവുകൾ അല്ലെങ്കിൽ മടക്കുകളുണ്ട്. ഈ മടക്കുകളിൽ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗവുമുണ്ട്, ചെറിയ കുഴികൾ പോലുള്ള ഭാഗവുമുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളിവിടെ നോക്കുന്ന സമയത്ത് കേട്ടോ, ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഭാഗവുമുണ്ട്, അതിനിടയിലൂടെ ഈ അരുവികൾ ഒഴുകുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ഈ വയൽ വരമ്പത്ത് വരുന്ന ആ ചെറിയ ആ ഒരു മാർക്ക് പോലെ ഇങ്ങനെ വരുന്നുണ്ട്. സോ ആ ഒരു ബൾജിനെ നമ്മൾ പറയുന്ന പേര് ഗൈറേ എന്നാണ് കേട്ടോ, ഗൈറേ. എന്നിട്ട് ആ ബൾജിനിടയിൽ ചിലപ്പോൾ ചെറിയ ചാലുകളായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ വലിയ ചാലുകളാണ് ഉണ്ടാവുക. ചെറിയ സ്മോൾ ഗ്രൂവ്സിനെ നമ്മൾ സൾക്കി എന്നും വലിയ ഗ്രൂവ്സിനെ നമ്മൾ ഫിഷേഴ്സ് എന്നും പറയുന്നു. അപ്പോൾ നമ്മുടെ തലച്ചോറിലെ ഈ ഒരു കോൺവൾഷൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മെൻ്റൽ ഫങ്ഷൻസിനെയൊക്കെ നിർണ്ണയിക്കുന്ന, നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ മാനസിക പ്രവർത്തനങ്ങളെയും എല്ലാം നിർണ്ണയിക്കുന്നത് ഈ ഒരു ചുളിവുകളാണ് എന്ന് മനസ്സിലാക്കുക. സോ ഗ്രേറ്റ്ലി എൻലാർജ് ദ സർഫേസ് ഏരിയ ഓഫ് ദ കോർട്ടക്സ് കമ്പയർഡ് വിത്ത് എ സ്മൂത്ത് ബ്രെയിൻ ഓഫ് ദ സെയിം സൈസ്. സോ ഇതെല്ലാം കൂടി നമ്മുടെ തലയുടെ സർഫേസിൽ, നമ്മുടെ തലച്ചോറിൽ അതിങ്ങനെ വളരെയധികം സ്മൂത്തനായിട്ട് നിൽക്കുകയാണ്. സോ ദ സെറിബ്രൽ കോർട്ടക്സ് കൺസിസ്റ്റ് mostly of glia and the cell bodies. അപ്പോൾ ഈ സെറിബ്രൽ കോർട്ടക്സിൽ കാണുന്നത് ഗ്ലിയ എന്ന് പറയുന്ന ആ ഒരു പാർട്ടിക്കിളും സെൽ ബോഡി, ഡെൻഡ്രേറ്റ് ആൻഡ് ഇന്റർ കണക്റ്റിംഗ് ആക്സോൺസ് ഓഫ് ന്യൂറോൺസ്. അപ്പോൾ നമ്മുടെ തലച്ചോറിൽ സെറിബ്രൽ കോർട്ടക്സിൽ കാണുന്ന കോമ്പണൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്? ഗ്ലിയ,
സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്സ്, ഇന്റർ കണക്റ്റിംഗ് ആക്സോൺസ് ഓഫ് ന്യൂറോൺസ്. അപ്പോൾ ന്യൂറോൺസിൻ്റെ ആ ഒരു ആക്സോണിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുള്ള ആക്സോൺസ്, ഡെൻഡ്രൈറ്റ്സ് അതൊക്കെ ന്യൂറോണിൻ്റെ ഭാഗമാണ്. സെൽ ബോഡി, ഗ്ലിയ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ തലച്ചോറിൽ സെറിബ്രൽ കോർട്ടക്സിൽ ഉണ്ടാകുന്നത്. ബിക്കോസ് സെൽ ബോഡീസ് പ്രിഡോമിനേറ്റ് ഗിവിംഗ് ദ സെറിബ്രൽ കോർട്ടക്സ് എ ഗ്രേയിഷ് ടാൻ അപ്പിയറൻസ്, ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് എ ഗ്രേ മാറ്റർ. അപ്പോൾ നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ സെറിബ്രൽ കോർട്ടക്സിൽ ഒരുപാട് സെൽ ബോഡീസ് ഉള്ളത് കൊണ്ട് ഇതെല്ലാം കൂടി അടുങ്ങി ചേർന്ന് ഒരു ഗ്രേ കളർ അവിടെ അപ്പിയർ ചെയ്യും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രേ മാറ്റർ. അപ്പോൾ നമ്മുടെ തലച്ചോറിൽ ഒരു ഗ്രേയിഷ് കളർ കാണാനുള്ള കാരണം അവിടെ സെൽ ബോഡീസ് കുറേ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ തലച്ചോറിൽ സെറിബ്രൽ കോർട്ടക്സിൽ സെൽ ബോഡീസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കൊണ്ട് അവയെല്ലാം ഒരു ഗ്രേ കളറിലാണ് അറിയപ്പെടുന്നത്. ഇനി സെറിബ്രൽ കോർട്ടക്സ് റൺ മില്യൺസ് ഓഫ് ആക്സൺസ് ബിനീത്ത് ദ സെറിബ്രൽ കോർട്ടക്സ്. സെറിബ്രൽ കോർട്ടക്സിന് സമീപം അല്ലെങ്കിൽ അതിന് താഴെ ഒരുപാട് ആക്സോൺസ് ഉണ്ട് അല്ലേ, ദാറ്റ് കനൗട്ട് ദ ന്യൂറോൺസ് ഓഫ് ദ സെറിബ്രൽ കോർട്ടക്സ് വിത്ത് ദോസ് ലൊക്കേറ്റഡ് എൽസ്വെയർ ഇൻ ദ ബ്രെയിൻ. അപ്പോൾ നമ്മുടെ തലച്ചോറിലെ സെറിബ്രൽ കോർട്ടക്സ് അവിടെ സെറിബ്രൽ കോർട്ടക്സിന് കീഴിൽ ഒരുപാട് ആക്സോൺസ് ഉണ്ട്. ഈ ആക്സോൺസ് എന്തിനെ കണക്ട് ചെയ്യുന്നു? കണക്ട് ദ ന്യൂറോൺസ് ഓഫ് ദ സെറിബ്രൽ കോർട്ടക്സ് വിത്ത് ദോസ് ലൊക്കേറ്റഡ് എൽസ്വെയർ ഇൻ ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലെ മറ്റു ഭാഗങ്ങളുമായിട്ട് സെറിബ്രൽ കോർട്ടക്സിനെ കണക്ട് ചെയ്യാൻ ഒരുപാട് ന്യൂറോൺസിൻ്റെ ഒരുപാട് ആക്സോൺസ് അവിടെ നമുക്ക് കാണാം. അപ്പോൾ തലച്ചോറിലെ മറ്റു ഭാഗങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടി സെറിബ്രൽ കോർട്ടക്സിൽ ആക്സോൺസ് മില്യൺസ് അല്ലെ മില്യൺ കണക്കിന്, ദശലക്ഷക്കണക്കിന് ആക്സോൺസ് ആണ് കാണാൻ കഴിയുന്നത്. അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കേണ്ട പോയിന്റ് ആണ് കേട്ടോ. ഇനി ദ ലാർജ് കോൺസെൻട്രേഷൻ ഓഫ് മൈലിൻ ഗീവ്സ് ദിസ് ടിഷ്യൂ ആൻ ഒപ്പാക് വൈറ്റ് അപ്പിയറൻസ്, ഹെൻസ് ദ ടേം വൈറ്റ് മാറ്റർ. അപ്പോൾ നമുക്ക് സെറിബ്രൽ കോർട്ടക്സിൽ ഒരുപാട് സെൽ ബോഡീസ് ഉള്ളത് കൊണ്ട് ഒരു ഗ്രേയിഷ് കളർ കാണും. അതിനെ നമ്മൾ ഗ്രേ മാറ്റർ എന്ന് പറയും. ഇനി ഇവിടെ സെറിബ്രൽ കോർട്ടക്സിൽ ഒരുപാട് ആക്സോൺസിൻ്റെ ആ ഒരു പ്രസൻസ് കാരണം എന്ത് കാണുന്നുണ്ട്? അവിടെ ഒരുപാട് മൈലിൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമ്മുടെ ന്യൂറോണിലെ തന്നെ ഒരു ഭാഗമാണ്. ആ ഒരു മൈലിൻ കോൺസെൻട്രേഷൻ ഒരുപാട് കാണും. അത് കാരണം ഇതിന് ഒരു വൈറ്റ് കളർ കിട്ടും, ഒരു ഒപ്പാക് ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ. സോ അതിനെ നമ്മൾ പറയുന്ന പേര് വൈറ്റ് മാറ്റർ. അപ്പം നമ്മുടെ തലച്ചോറിൽ വൈറ്റ് മാറ്ററും ഉണ്ട്, ഗ്രേ മാറ്ററും ഉണ്ട്. ഗ്രേ മാറ്ററിൻ്റെ കാരണം സെൽ ബോഡിയാണ്, വൈറ്റ് മാറ്ററിൻ്റെ കാരണം നമ്മുടെ മൈലിനാണ്. ഓക്കെ അല്ലേ? സോ 3 areas of the cerebral cortex receives information from the sensory organs. അപ്പോൾ ഇതുവരെ പറഞ്ഞത് നമ്മൾ ആ തലച്ചോറിൻ്റെ ഒരു ഏകദേശ സ്ട്രക്ചറിനെ കുറിച്ചാണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി പറയാൻ പോകുന്നത് കുറച്ചുകൂടി ശ്രദ്ധിക്കുക, ഫങ്ഷൻസിലേക്കാണ് വരുന്നത്. 3 areas of cerebral cortex. നമ്മുടെ സെറിബ്രൽ കോർട്ടക്സിലെ 3 ഏരിയാസ്, അത് സെൻസറി ഓർഗൻസിൽ നിന്നും ഇൻഫോർമേഷനെ റിസീവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ സെൻസറി ഓർഗൻസ് 5 സെൻസറി ഓർഗൻസ് ഉണ്ട് അല്ലേ നമുക്ക്? ഐസ്, നോസ്, അതേപോലെ ടങ്, നമ്മുടെ സ്കിൻ, ഇയേഴ്സ്, ഇങ്ങനെ 5 സെൻസറി ഓർഗൻസ് ഉണ്ട്. അപ്പോൾ 5 സെൻസറി ഓർഗൻസിൽ നിന്ന് വരുന്ന ഇൻഫോർമേഷനെ സ്വീകരിക്കുന്നത് സെറിബ്രൽ കോർട്ടക്സ് ആണ്. അപ്പോൾ സെറിബ്രൽ കോർട്ടക്സ് എന്ത് ചെയ്യുന്നു? റിസീവ് ഇൻഫോർമേഷൻ ഫ്രം ദ സെൻസറി ഓർഗൻസ്. ഓക്കെ അല്ലേ? സോ ദ പ്രൈമറി വിഷ്വൽ കോർട്ടക്സ് വിച്ച് റിസീവ്സ് വിഷ്വൽ ഇൻഫോർമേഷൻ. അപ്പോൾ സെറിബ്രൽ കോർട്ടക്സ് സെൻസറി ഇൻഫോർമേഷനെ സ്വീകരിക്കുന്നത് ആണ് എന്ന് പറയും. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള സെൻസറി ഓർഗൻസ് ഉണ്ട്. അത് നമ്മുടെ സെറിബ്രൽ കോർട്ടക്സിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് സെറിബ്രൽ കോർട്ടക്സുമായിട്ട് കണക്ഷൻ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ദ പ്രൈമറി വിഷ്വൽ കോർട്ടക്സ്. അപ്പോൾ സെറിബ്രൽ കോർട്ടക്സിലെ വിഷ്വൽ കോർട്ടക്സ് പേരിൽ തന്നെയുണ്ട്, വിച്ച് റിസീവ്സ് വിഷ്വൽ ഇൻഫോർമേഷൻ, ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ബ്രെയിൻ. അപ്പോൾ നമ്മുടെ തലച്ചോറിൽ വിഷ്വൽ കോർട്ടക്സിനെ സ്വീകരിക്കുന്ന ഭാഗം എവിടെയാണുള്ളത്? പുറകു വശത്താണുള്ളത്. ഓൺ ദ ഇന്നർ സർഫേസ് ഓഫ് സെറിബ്രൽ ഹെമിസ്ഫിയർ. സെറിബ്രൽ ഹെമിസ്ഫിയറിൻ്റെ ഉള്ളിൽ തലച്ചോറിന് പുറകു വശത്തായിട്ടാണ് പ്രൈമറി വിഷ്വൽ കോർട്ടക്സ് ഉള്ളത്. അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. പുറകു വശത്താണ് പ്രൈമറി വിഷ്വൽ കോർട്ടക്സ് ഉള്ളത്. ദ ബാക്ക് ഓഫ് ദ ബ്രെയിനിൻ്റെ പുറകു വശത്ത്, ലൊക്കേറ്റഡ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിൻ്റെ ഏറ്റവും പുറകുവശത്തൊന്നല്ല, ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ബ്രെയിൻ ഓൺ ദ ഇന്നർ സർഫസ് ഓഫ് ദ സെറിബ്രൽ ഹെമിസ്ഫിയർ. സെറിബ്രൽ ഹെമിസ്ഫിയറിൻ്റെ ഇന്നർ സർഫസിൽ, അതിൻ്റെ ഉള്ളിൽ ബാക്ക് വശത്തായിട്ട്, ബ്രെയിനിൻ്റെ ബാക്ക് വശത്തായിട്ടാണ് എന്തുള്ളത്? പ്രൈമറി വിഷ്വൽ കോർട്ടക്സ് ഉള്ളത്. അപ്പോൾ അവിടെ ബാക്ക് ഓഫ് ദ ബ്രെയിൻ ഓൺ ദ ഇന്നർ സർഫസ് ഓഫ് ദ സെറിബ്രൽ ഹെമിസ്ഫിയർ എന്ന് കൃത്യമായിട്ടും ഓർത്തിരിക്കുക. ഇനി പ്രൈമറി ഓഡിറ്ററി കോർട്ടക്സ്. അപ്പോൾ നമ്മുടെ
കേൾവിയെ സഹായിക്കുന്ന ഓഡിറ്ററി കോർട്ടക്സ് which receives auditory information is located on the lower surface of a deep fissure in the side of the brain. അത് നമ്മുടെ ബ്രെയിനിൻ്റെ വശങ്ങളിലായിട്ടാണ് ഉണ്ടാവുക, അഥവാ ലാറ്ററൽ ഫിഷറിൽ അതിൻ്റെ താഴ്ഭാഗത്ത് ഏറ്റവും ഉള്ളിലായിട്ടാണ് എന്തുണ്ടാകുന്നത്, പ്രൈമറി ഓഡിറ്ററി കോർട്ടക്സ്. ഓക്കെ അല്ലേ? അപ്പോൾ വിഷ്വൽ കോർട്ടക്സ് ഉണ്ടാകുന്നത് എവിടെയാണ്? സെറിബ്രൽ ഹെമിസ്ഫിയറിൻ്റെ ഇന്നർ സർഫേസിലാണ്, അതിൻ്റെ ഉള്ളിലാണ് അല്ലേ, അതിൻ്റെ ഉള്ളിലോ ബ്രെയിനിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടാണ് ഉണ്ടാകുക. ഇനി ഓഡിറ്ററി കോർട്ടക്സ് ഉണ്ടാകുന്നത് ചെവി എന്ന് പറയുമ്പോൾ വശങ്ങളിലാണല്ലോ ഉള്ളത് അല്ലേ, ചെവി നമ്മുടെ വശങ്ങളിലാണുള്ളത്. അതേപോലെ പ്രൈമറി ഓഡിറ്ററി കോർട്ടക്സ് സ്ഥിതി ചെയ്യുന്നത് സൈഡ് ഓഫ് ദ ബ്രെയിൻ, ബ്രെയിനിൻ്റെ വശങ്ങളിലായിട്ടാണ്. വശങ്ങൾ എന്ന് പറയുമ്പോൾ ലാറ്ററൽ ഫിഷറിലായിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ദ പ്രൈമറി സൊമാറ്റോസെൻസറി കോർട്ടക്സ്. ഇനി വരുന്നത് സൊമാറ്റോസെൻസറി കോർട്ടക്സ് ആണ്. എ വെർട്ടിക്കൽ സ്ട്രിപ്പ് ഓഫ് കോർട്ടക്സ് ജസ്റ്റ് കോഡൽ ടു ദ സെൻട്രൽ സർക്കിൾസ് റിസീവ്സ് ഇൻഫർമേഷൻ ഫ്രം ദ ബോഡി സെൻസസ്. അപ്പോൾ നമ്മുടെ ബോഡി സെൻസസ് അഥവാ ടച്ച് ചെയ്യുമ്പോൾ തിരിച്ചറിയുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൊമാറ്റോസെൻസറി കോർട്ടക്സ് ആണ് ഡീൽ ചെയ്യുന്നത് കേട്ടോ. ഇൻഫർമേഷൻ ഫ്രം ദ ബോഡി സെൻസസ്, ടച്ച് ചെയ്യുമ്പോൾ തിരിച്ചറിയുന്നതും അത്തരം കാര്യങ്ങളൊക്കെ സൊമാറ്റോസെൻസറി കോർട്ടക്സ് ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് ജസ്റ്റ് കോഡൽ ടു ദ സെൻട്രൽ സൾക്കേഴ്സ്, നമ്മുടെ കോർട്ടക്സിലെ ഒരു മധ്യഭാഗത്തായിട്ടാണ്. സെൻട്രൽ സൾക്കസ് ആ മധ്യഭാഗത്തെ ആ ഒരു ചുളിവിലൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സൊമാറ്റോസെൻസറി കോർട്ടക്സ് മധ്യഭാഗത്ത്, പ്രൈമറി ഓഡിറ്ററി കോർട്ടക്സ് രണ്ട് വശങ്ങളിൽ, പ്രൈമറി വിഷ്വൽ കോർട്ടക്സ് പുറകുവശത്ത്. ഓക്കെ അല്ലേ? ഇനി വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് olfaction and gustation, sensory information from the body of the environment is sent to primary sensory cortex of the contralateral hemisphere. അപ്പോൾ നമ്മുടെ സെൻസേഷനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. നമ്മുടെ പ്രൈമറി വിഷ്വൽ കോർട്ടക്സ് പുറകുവശത്തും, നമ്മുടെ ഓഡിറ്ററി കോർട്ടക്സ് വശങ്ങളിലും, അതുപോലെ നമ്മൾ അവസാനം പറഞ്ഞ ബോഡി സെൻസ് അത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻട്രലായിട്ടോ അല്ലേ, മധ്യഭാഗത്തായിട്ടുമാണ് വരുന്നത്. ഇനി വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ഓൾഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾഫാക്ഷൻ എന്ന് പറയുമ്പോൾ സ്മെല്ലുമായിട്ട് ബന്ധപ്പെട്ടത്, ഗസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ടേസ്റ്റ്. അപ്പോൾ ഈ സ്മെല്ല്, ടേസ്റ്റ്, ഈ രണ്ട് കാര്യങ്ങളും ഒഴികെയുള്ള സെൻസറി ഇൻഫോർമേഷൻ from the body or the environment is sent to primary sensory cortex of the contralateral hemisphere. അപ്പോൾ നമ്മൾ ഒരു കാര്യം കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു സെൻസേഷൻ, അപ്പോൾ രണ്ടെണ്ണം ഒഴികെ, ഈ പറയപ്പെട്ട രണ്ടെണ്ണം ഒഴികെ എന്ന് പറയുമ്പോൾ ബാക്കി 3 സെൻസാണുള്ളത് അല്ലേ. നമ്മുടെ സ്മെല്ലും രുചിയും ഒഴികെയുള്ള സെൻസേഷൻ എന്ന് പറയുമ്പോൾ കാഴ്ച, കേൾവി, സ്പർശനം. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ പ്രൈമറി സെൻസറി കോർട്ടക്സിലേക്കാണ് വിവരങ്ങൾ ചെല്ലുന്നത്. പ്രൈമറി സെൻസറി കോർട്ടക്സിലേക്കാണ് വിവരങ്ങൾ ചെല്ലുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് കോൺട്രാലാറ്ററൽ ഹെമിസ്ഫിയറിലാണ് കേട്ടോ, നമ്മുടെ തലച്ചോറിലെ കോൺട്രാലാറ്ററൽ ഹെമിസ്ഫിയറിലാണ്. Thus the primary somatosensory cortex of the left hemisphere learns what the right hand is holding. The left primary visual cortex learns what is happening toward the person's right and so on. ഇനി നമ്മൾ പറയാറുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു സൊമാറ്റോസെൻസറി കോർട്ടക്സ് അത് മധ്യഭാഗത്താണ്. അതിനും 2 വശങ്ങളുണ്ടല്ലോ, രണ്ട് വശങ്ങളുണ്ട്. അപ്പോൾ ഈ സൊമാറ്റോസെൻസറി കോർട്ടക്സ് ചെയ്യുന്നത് നമ്മളെ സ്പർശിക്കുമ്പോൾ, ബോഡി സെൻസ്, ഒരാൾ സ്പർശിക്കുമ്പോൾ തിരിച്ചറിയാനുള്ള കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ ബോഡി സെൻസ് ഒക്കെയാണ് സൊമാറ്റോസെൻസറി കോർട്ടക്സ് നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചറിയുന്നത്. ഈ സൊമാറ്റോസെൻസറി കോർട്ടക്സിൽ ലെഫ്റ്റ് ഹെമിസ്ഫിയറും ഉണ്ട്, റൈറ്റ് ഹെമിസ്ഫിയറും ഉണ്ട്. ഇതിൽ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ലേൺസ് വാട്ട് ദ റൈറ്റ് ഹാൻഡ് ഈസ് ഹോൾഡിങ്. വലതുവശത്ത് നമ്മുടെ വലത് കൈ എന്താ ചെയ്യുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നത്, വലത് കൈ സ്പർശിക്കുന്നത് തിരിച്ചറിയുന്നതൊക്കെ നമ്മുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ്. നേരെ തിരിച്ചാണ് വരുന്നത് അല്ലേ, നമുക്ക് അറിയുന്ന സാധനമാണ്. ഇനി നമ്മുടെ ലെഫ്റ്റ് പ്രൈമറി വിഷ്വൽ കോർട്ടക്സ് ഒക്കെ മനസ്സിലാക്കുന്നത് നമ്മുടെ റൈറ്റ് ഭാഗത്ത് എന്താണ് തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? സോ സെൻസറി ഇൻഫോർമേഷനിലെ ഓൾഫാക്ഷനും
ഗസ്റ്റേഷനും ഒഴികെയുള്ള കാര്യങ്ങളെല്ലാം ചെന്നെത്തുന്നത് പ്രൈമറി സെൻസറി കോട്ടക്സിലാണ്. ഏതിലാണ്? പ്രൈമറി സെൻസറി കോട്ടക്സിലാണ്. ഈ പ്രൈമറി സെൻസറി കോട്ടക്സ് രണ്ട് വശങ്ങളുണ്ട്, റൈറ്റും ലെഫ്റ്റും. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ അറിയുന്നത് നമ്മുടെ റൈറ്റ് ഹെമിസ്ഫിയറും, നമ്മുടെ റൈറ്റ് ഹാൻഡ് ചെയ്യുന്ന വലത് കരങ്ങൾ ചെയ്യുന്നത് അറിയുന്നത് നമ്മുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയറും. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി the region of the cerebral cortex that is most directly involved in the control of movement is the primary motor cortex. നമ്മൾ കോർട്ടക്സിലെ ഓരോ ഭാഗങ്ങളെ പറയാണ്, നിങ്ങൾ ആ പേരിൽ നിന്ന് തന്നെ അത് കണക്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. സൊമാറ്റോ എന്ന് പറയുമ്പോൾ അത് സെൻസേഷനുമായിട്ട് അഥവാ ടച്ച് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. വിഷ്വൽ എന്ന് പറയുമ്പോൾ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓഡിറ്ററി എന്ന് പറയുമ്പോൾ കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ പഠിച്ചു വെക്കുക. ഇനി നമ്മൾ ചലനങ്ങളെക്കുറിച്ച് പറയുകയാണ്. ദ റീജിയൻ ഓഫ് സെറിബ്രൽ, നമ്മൾ സെറിബ്രൽ കോട്ടക്സിലെ ആയിട്ടുള്ളൂ കേട്ടോ. സെറിബ്രൽ കോട്ടക്സ് ആദ്യത്തെ ഭാഗമായിട്ടുള്ള സെറിബ്രൽ കോട്ടക്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെറിബ്രൽ കോട്ടക്സിൽ നമ്മുടെ മൂവ്മെൻറ്റിനെ, നമ്മുടെ ചലനത്തെ നേരിട്ട് നിയന്ത്രിക്കുന്ന ഭാഗം പ്രൈമറി മോട്ടോർ കോട്ടക്സ് ആണ്. മോട്ടോർ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് എന്നാണ് അർത്ഥം, ചലനം എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ നമ്മുടെ സെറിബ്രൽ കോട്ടക്സിലെ പ്രൈമറി മോട്ടോർ കോട്ടക്സ് ആണ് നമ്മുടെ മൂവ്മെൻറ്റിനെ, ബോഡി മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സൊമാറ്റോ സെൻസറി കോട്ടക്സിൻ്റെ പ്രൈമറി സൊമാറ്റോ സെൻസറി കോട്ടക്സിൻ്റെ മുൻവശത്താണ് കേട്ടോ, ലൊക്കേറ്റഡ് ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പ്രൈമറി സൊമാറ്റോ സെൻസറി കോട്ടക്സ്. നമ്മൾ കൂടുതൽ ഫങ്ഷൻ ഫോക്കസ് ചെയ്താൽ മതി. ആ ഒരു ലൊക്കേഷനൊക്കെ ഒരുപാട് അങ്ങെടുത്ത് ചോദിച്ച് നമ്മളെ കുഴപ്പിക്കില്ല എന്ന് നമുക്ക് കരുതാം. മൊത്തത്തിലൊന്ന് മനസ്സിലാക്കുക. ഇനി ദ റീജിയൻസ് ഓഫ് ദ പ്രൈമറി സെൻസറി ആൻഡ് മോട്ടോർ കോട്ടക്സ് ഓക്കുപ്പൈ ഓൺലി എ സ്മോൾ പാർട്ട് ഓഫ് ദ സെറിബ്രൽ കോട്ടക്സ്. അപ്പോൾ ഈ സെറിബ്രൽ കോട്ടക്സിൽ ഏറ്റവും കുറച്ച് സ്പേസ് മാത്രം എടുക്കുന്നത് നമ്മൾ ഈ പറയപ്പെട്ട പ്രൈമറി സെൻസറി ആൻഡ് മോട്ടോർ കോട്ടക്സുകളാണ്. സോ ദ റെസ്റ്റ് ഓഫ് ദ സെറിബ്രൽ കോട്ടക്സ് അക്കംപ്ലീസ് വാട്ട് ഈസ് ഡൺ ബിറ്റ്വീൻ സെൻസേഷൻ ആൻഡ് ആക്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ കോട്ടക്സിൽ ഏറ്റവും കുറഞ്ഞ സ്പേസ് എടുക്കുന്നത് സെൻസറി ആൻഡ് മോട്ടോർ കോട്ടക്സ്. സെൻസറി കോട്ടക്സിൽ നമ്മുടെ മൂന്ന് സെൻസേഷൻസ് അഥവാ കാഴ്ച, കേൾവി, സ്പർശനം, ഈ മൂന്ന് സെൻസേഷനും മോട്ടോർ കോട്ടക്സിൽ നമ്മുടെ ചലന നിയന്ത്രണങ്ങളുമാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നൊരു ചോദ്യമുണ്ട് അല്ലേ? കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ കോട്ടക്സിൽ പ്രൈമറി മോട്ടോർ കോഡ്സ് ചലനത്തെ നിയന്ത്രിക്കുന്നു. അതുപോലെ പ്രൈമറി സെൻസറി കോട്ടക്സിൽ നമ്മുടെ സെൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നു. ഇതല്ലാതെ ഇത് നമ്മുടെ കോട്ടക്സിലെ ഏറ്റവും കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ ഓക്കുപ്പൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ മറ്റുള്ള ഭാഗങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നൊരു സംശയം വരും. മറ്റുള്ള ഭാഗങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പെർസീവിങ് അഥവാ കാര്യങ്ങൾ മനസ്സിലാക്കുക, ലേണിംഗ് ആൻഡ് റിമെമ്പറിങ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുക, ഓർമ്മ, ദെൻ പ്ലാനിങ് നമ്മൾ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്, അതേപോലെ ആക്ടിങ് പ്രവർത്തനം. സോ നമ്മുടെ കോട്ടക്സിലെ പ്രൈമറി മോട്ടോർ കോട്ടക്സും അതുപോലെ സെൻസറി കോട്ടക്സും അല്ലാത്ത ഭാഗങ്ങളിലാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വരുന്നത്. അവിടെ എന്തൊക്കെ വരുമെന്ന് ചോദിച്ചാൽ പെർസീവിങ് അഥവാ അണ്ടർസ്റ്റാൻഡിങ്, റിമെമ്പറിങ്, ലേണിംഗ്, പ്ലാനിങ്, ആക്ടിങ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അപ്പോൾ സെറിബ്രൽ കോട്ടക്സിൽ എന്തൊക്കെ വരും എന്നുള്ളത് ആകെ ഒരു പുക വരുന്നുണ്ടോ? നിങ്ങൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം സ്ട്രെസ് ചെയ്ത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ അല്ലേ? ഞാനത് എക്സാക്റ്റായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഇനി അടുത്ത സെറിബ്രൽ കോട്ടക്സിലേക്ക് വരുന്ന സമയത്ത് സെറിബ്രൽ കോട്ടക്സ് ഈസ് ഡിവൈഡഡ് ഇൻടു 4 ഏരിയാസ്. അപ്പോൾ സെറിബ്രൽ കോട്ടക്സിൽ നമ്മുടെ സെൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെയൊക്കെ ഇരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സെറിബ്രൽ കോട്ടക്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടില്ല. ഇനി സെറിബ്രൽ കോട്ടക്സിനെ നമ്മൾ 4 ഏരിയാസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 4 ഏരിയാസ്. ആ 4 ഏരിയാസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. അപ്പോൾ 4 ഏരിയാസ് അല്ലെങ്കിൽ 4 ലോബ്സ്. ലോബ് എന്ന് കേട്ടിയപ്പോൾ കുറേ ആളുകൾക്ക് ആശ്വാസമായി അല്ലേ? ലോബ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലോബ്സ് എന്ന് പറഞ്ഞാൽ ഓരോ വശങ്ങൾ അല്ലെങ്കിൽ ഓരോ ഏരിയാസ്, വശങ്ങളല്ല ഏരിയാസ്, ഭാഗങ്ങൾ എന്ന അർത്ഥത്തിനാണ് നമ്മൾ ലോബ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് നെയിംഡ് ഫോർ ദ ബോൺസ് ഓഫ് ദ സ്കൾ ദാറ്റ് കവർ ദം.
അപ്പോൾ ലോബ് എന്ന് പറയുന്നത് നമ്മുടെ സ്കള്ളുണ്ടല്ലോ, നമ്മുടെ തലയോടിലെ ആ ഒരു ബോണുണ്ട്, നെയിംഡ് ഫോർ ദ ബോൺസ് ഓഫ് ദ സ്കള്ളിലെ ആ ഒരു ബോൺ ദാറ്റ് കവർ ദം, നമ്മുടെ സെറിബ്രൽ കോർട്ടക്സിനെ കവർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബോൺ നിൽക്കുന്നത് അല്ലേ, നമ്മുടെ തലയോട് നിൽക്കുന്നത്. അപ്പോൾ ആ തലയോടിലെ ആ ഭാഗങ്ങൾക്ക് പറയുന്ന പേരാണ് ലോബ്. അപ്പോൾ ഈ തലയോടിലെ ആ ഓരോ ഭാഗങ്ങൾ, ആ ഒരു കപാലം എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം അല്ലേ, ആ ഒരു ലോബിലെ ഓരോ ഭാഗങ്ങളിലാണ് സെറിബ്രൽ കോർട്ടക്സിലെ ഈ പറയപ്പെട്ട കാര്യങ്ങളിരിക്കുന്നത്. സോ ഫ്രണ്ടൽ ലോബ്, ആദ്യത്തത് ഫ്രണ്ടൽ ലോബ്, 2 പാരിയേറ്റൽ ലോബ്, 3 ടെമ്പറൽ ലോബ്, 4 ഒക്യുപൈറ്റൽ ലോബ് അല്ലെങ്കിൽ ഒക്യുപൈറ്റൽ ലോബ്. അപ്പോൾ ഫ്രണ്ടൽ ലോബ്, പാരിയേറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, ഒക്യുപൈറ്റൽ ലോബ്, ഇങ്ങനെ 4 ലോബുകളായിട്ടാണ് നമ്മൾ സെറിബ്രൽ കോർട്ടക്സ് തരംതിരിച്ചിരിക്കുന്നത്. ലോബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കള്ളിലെ ബോൺസ് ആണ്. ഈ ഒരു ബോൺസിന് കീഴിലാണ് അല്ലെങ്കിൽ ആ ബോൺസിൻ്റെ ഉള്ളിലാണ് വളരെ ഭദ്രമായിട്ട് നമ്മുടെ തലച്ചോറ് നിലകൊള്ളുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ബ്രെയിനിൽ ദ ബ്രെയിൻ കണ്ടെയ്ൻസ് 2 ഓഫ് ഈച്ച് ലോബ്സ്, 1 ഇൻ ഈച്ച് ഹെമിസ്ഫിയർ. അപ്പോൾ നമുക്ക് തലയിൽ 2 വശങ്ങളുണ്ട്, 2 ഹെമിസ്ഫിയർ ഉണ്ട്. ആ ഓരോ ഹെമിസ്ഫിയറിലും 2 ലോബ് വീതം ഉണ്ട് എന്ന് മനസ്സിലാക്കുക അല്ലേ. തലച്ചോറിൽ ഇങ്ങനെ മധ്യത്തിലായിട്ട് ഒരു ഡിവിഷൻ വരുന്നുണ്ട് അല്ലേ, ഒരു ഡിവിഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹെമിസ്ഫിയറും ഇവിടെ ഒരു ഹെമിസ്ഫിയറാണ്. ഓരോ ഹെമിസ്ഫിയറിലും 2 ലോബ് വരുന്നുണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ദെൻ നമുക്ക് ഓരോ ലോബിലേക്ക് വരാം. ദ ഫ്രണ്ടൽ ലോബ്, ഫ്രണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മുൻവശത്തുള്ള അല്ലേ, ഇൻക്ലൂഡ്സ് എവറിത്തിങ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ സെൻട്രൽ സൾക്കസ്. നമ്മുടെ സൾക്കസ് എന്ന് പറയുമ്പോൾ ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ ചുളിവുകൾ എന്നൊക്കെ പറയുന്ന സാധനം, ആ ഒരു സൾക്കസിൻ്റെ മുൻവശത്തുള്ള എല്ലാ കാര്യങ്ങളും ഫ്രണ്ടൽ ലോബിലാണ് വരുന്നത്. ഈ ഭാഗത്തേക്ക് വരുന്ന കാര്യങ്ങൾ ഫ്രണ്ടൽ ലോബിലാണ് വരുന്നത്. ഇനി പാരിയേറ്റൽ ലോബ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വരുന്നത് വാൾ എന്നാണ്. അപ്പോൾ ഫ്രണ്ടൽ ലോബിൻ്റെ അർത്ഥം മുൻവശം എന്നും പാരിയേറ്റൽ ലോബിൻ്റെ അർത്ഥം വാൾ അഥവാ ചുമര്, മതിൽ എന്നൊക്കെയാണ്. ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ സൈഡ് ഓഫ് ദ സെറിബ്രൽ ഹെമിസ്ഫിയർ. സെറിബ്രൽ ഹെമിസ്ഫിയറിൻ്റെ വശങ്ങളിലായിട്ടാണ് എന്ത് വരുന്നത്, പാരിയേറ്റൽ ലോബ് വരുന്നത്. ജസ്റ്റ് ബിഹൈൻഡ് ദ സെൻട്രൽ സൾക്കസ്, ആ ഒരു സെൻട്രൽ സൾക്കസ്, ഈ നടുക്ക് വരുന്ന ആ ഒരു ചാലുണ്ടല്ലോ, ആ ചാലിന് വശങ്ങളിലായിട്ട്. കോഡൽ ടു ദ ഫ്രണ്ടൽ ലോബ്, ഫ്രണ്ടൽ ലോബിന് സമീപത്തായിട്ട്, ഫ്രണ്ടൽ ലോബിൻ്റെ വശങ്ങളിലായിട്ടാണ് എന്തുള്ളത്, പാരിയേറ്റൽ ലോബ്. അപ്പോൾ ഒരു ചുമര് പോലെ വശങ്ങളിലാണ് എന്തുള്ളത്, നമ്മുടെ പാരിയേറ്റൽ ലോബ് ഉള്ളത് വശങ്ങളിൽ. ഇനി ടെമ്പറൽ ലോബ്. ടെമ്പറൽ എന്ന പദത്തിനർത്ഥം ടെമ്പിൾ അഥവാ ക്ഷേത്രം എന്നൊക്കെയാണ്. ജസ്റ്റ് ഫോർവേഡ് ഫ്രം ദ ബേസ് ഓഫ് ദ ബ്രെയിൻ, ബ്രെയിനിൻ്റെ ആ ഒരു അടിവശത്ത്, ആ ഒരു ബേസ്, ആ ബേസിൻ്റെ ജസ്റ്റ് മുകളിലായിട്ടാണ് ടെമ്പറൽ ലോബ് വരുന്നത്. വെൻട്രൽ ടു ദ ഫ്രണ്ടൽ ആൻഡ് പാരിയേറ്റൽ ലോബ്. നമ്മുടെ നേരത്തെ പറഞ്ഞ ഫ്രണ്ടൽ ലോബിൻ്റെയും പാരിയേറ്റൽ ലോബിൻ്റെയൊക്കെ ആ ഇടയിലായിട്ട് ആണ് ടെമ്പറൽ ലോബ് വരുന്നത്. ഇനി ഒക്യുപൈറ്റൽ ലോബ് വരുന്നത്, ഒക്യുപൈറ്റൽ എന്ന വാക്കിനർത്ഥം ബാക്ക് എന്നാണ് അല്ലേ. ഫ്രം ദ ലാറ്റിൻ ഒബ്, ഒബ് എന്ന് പറഞ്ഞാൽ ഇൻ ബാക്ക്, കാപ്പറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ്. അപ്പോൾ തലയുടെ പുറകു വശത്താണ്, ഈ വശങ്ങളിലേക്കായിട്ടാണ് ഒക്യുപൈറ്റൽ ലോബ് വരുന്നത്. സോ ലൈസ് അറ്റ് ദ വെരി ബാക്ക് ഓഫ് ദ ബ്രെയിൻ, ബ്രെയിനിൻ്റെ ഏറ്റവും പുറകു വശത്ത്. കോഡൽ ടു ദ പാരിയേറ്റൽ ആൻഡ് ടെമ്പറൽ ലോബ്. നമ്മുടെ പാരിയേറ്റൽ ലോബിൻ്റെയും ടെമ്പറൽ ലോബിൻ്റെയൊക്കെ ആ ഒരു പുറകിലായിട്ടാണ്, അതിനോട് ടച്ച് ചെയ്തുകൊണ്ടാണ് എന്ത് വരുന്നത്, ഒക്യുപൈറ്റൽ ലോബ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓരോ ലോബും എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത്. സോ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ്